പ്രതീക്ഷ ഉച്ചയോടുകൂടി ബെയിലി പാലം സജ്ജമാകുമെന്നാണ് അറിയിച്ചിരുന്നത് നേരത്തെ. പക്ഷേ ബെയിലി പാലം ഇതുവരെയും ഗതാഗത യോഗ്യമായിട്ടില്ല. ഈ ബെയിലി പാലത്തെ സംബന്ധിച്ച ഏറ്റവും ദുഷ്കരമായ കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യം എന്ന് പറയുന്നത് ഈ രണ്ട് കരയിലും റെയിലിംഗുകൾ പൂർണ്ണമായും ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് ബെയിലി പാലവുമായി ബന്ധപ്പെട്ട ജോലികൾ 80% കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രക്രിയ ഇവർ കൂടുതൽ ഈ പാലത്തെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഒപ്പം പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഈ റോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബെയിലി പാലം പ്രവർത്തന സജ്ജമാകുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ബെയിലി പാലം പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാൽ അതിലൂടെ തന്നെ വലിയ വാഹനങ്ങളെ, ഭാരവാഹനങ്ങളെ കടത്തിവിടാൻ കഴിയും. മുണ്ടക്കൈയിലേക്ക് വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള ഭാരവാഹനങ്ങൾ എത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ ബെയിലി പാലത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രക്രിയ ഒരു ഭാഗത്ത് ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. സൈന്യം ആ പ്രക്രിയ നടത്തുന്നുണ്ട്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്നലെയും ഇന്നുമായിട്ട് ബെയിലി പാലം ഇല്ലാതെ തന്നെ ഹിറ്റാച്ചി അടക്കമുള്ളവ മുണ്ടക്കൈ ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പൂർണ്ണമായും യന്ത്ര സഹായത്തോടു കൂടിയുള്ള തെരച്ചിലാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ 15 ഹിറ്റാച്ചുകൾ മുണ്ടക്കൈയിൽ എത്തിയിരുന്നു. ഇനി മുണ്ടക്കൈക്കും മുകളിലുള്ള പ്രദേശത്തു നിന്നാണ് കൂടുതൽ തെരച്ചിലുകൾ നടക്കുന്നത്. ഇന്ന് യന്ത്ര സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാലും ബെയിലി പാലം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞാൽ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ വാഹനങ്ങൾക്ക്, സന്നദ്ധ സംഘടനകളുടെ വാഹനങ്ങൾ അടക്കം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡുമായി അടക്കം പോകുന്ന വാഹനങ്ങളാണ്, രക്ഷാപ്രവർത്തകർക്ക് മറ്റുള്ള ഭക്ഷണം, വെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഈ താൽക്കാലിക പാലത്തിലൂടെ തലച്ചുമടായി അപ്പുറത്ത് എത്തിക്കുക എന്നുള്ളതാണ്. വെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഈ താൽക്കാലിക പാലത്തിലൂടെ തലച്ചുമടായി അപ്പുറത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പുറത്ത് 2 വണ്ടികളുണ്ട്. ആ വണ്ടികളിൽ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായും മുകളിൽ ആ വാഹനങ്ങളിൽ എത്താൻ കഴിയില്ല. ബാക്കി തലച്ചുമടായി തന്നെ കൊണ്ടുപോകണം. ഇന്നലെ 2 ഹെലികോപ്റ്ററുകളിൽ ഭക്ഷണവും മറ്റുമൊക്കെ എയർ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇന്ന് ഭാരവാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഹിറ്റാച്ചികളും അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളും, കൂടുതൽ യന്ത്രങ്ങൾ ഇന്ന് മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ VVIP വിസിറ്റുകളുടെ കൂടി ദിവസമായിരുന്നു. അല്പസമയം മുമ്പാണ് സ്പീക്കർ AN ഷംസീർ മടങ്ങിപ്പോയത്. ഇപ്പോൾ BJP നേതാവ് MT രമേശ് അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. ഈ പാലം വഴി മടങ്ങിപ്പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ. ഒപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇന്നലെ മൃതദേഹങ്ങൾ ഈ പുഴ കടത്തിയത് കയറിൽ കെട്ടി റോപ്പ് വഴിയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ താൽക്കാലിക നടപ്പാലം വഴിയാണ്, സ്ട്രെച്ചറുകളിലായിട്ടാണ് മൃതദേഹങ്ങൾ. അതായത് മുണ്ടക്കൈയിൽ നിന്ന് മുണ്ടക്കൈയിൽ പുഴുന്നു പോയിട്ടുള്ള മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തതിന് ശേഷം ഈ പാലത്തിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ആംബുലൻസ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കൂടി ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത്